ഹലോ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാനിന്ന് എന്തുട്ടാ ഉണ്ടാക്കാൻ പോണേന്ന്. പണ്ട് കാലത്ത് പണ്ട് കാലം എന്ന് പറയല്ല, എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് വീട്ടിൽ അമ്മ ഉണ്ടാക്കി തന്നെ കേട്ടോ. നമ്മൾ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ആ 4 മണി നേരത്ത് വരില്ലേ, അപ്പോൾ കഴിക്കാൻ ഒരു 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കി തരുന്നതാട്ടാ. ഇതിൽ ഞാനിപ്പോൾ ശർക്കരയാണ് ഇടുന്നത്. പിന്നെ ഇത്രയും കൊളാബറേഷനും കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റേതായ പുതിയ ഒരു ടെക്നിക്കും അതുമാത്രമല്ല കുറച്ച് പുതിയൊരു ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ പലഹാരമൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ. പിന്നെ അതുമാത്രമല്ല, അമ്മ ഉണ്ടാക്കുമ്പോഴേ നാളികേരവും ശർക്കരയും മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ ഞാനിവിടെ കുറച്ച് നട്ട്സും എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാനിതിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നാളികേരം 1 മുറിയോ 2 മുറിയോ ചെരുകി വയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാ. പിന്നെ ഞാനൊരു 5 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യമില്ല, എൻ്റെ പാത്രം വലിയതായി കാരണം ഈ ശർക്കര കൂടി കളിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് നാളികേരം ബാലൻസ് അതിൽ വെച്ചിട്ട് ഒരു ലേശം ഇതിലേക്ക് എടുക്കുക. പിന്നെ കുറച്ച് ഏലക്കായിനിട്ട് അടുത്തുള്ളത് അതൊക്കെ ഞാൻ പോണ വഴിയിൽ പറഞ്ഞു തരാം. അങ്ങനെ നമുക്കിനി അരിപ്പൊടി കുഴയ്ക്കണം. നമ്മൾ ഉപ്പിട്ടിട്ട് കുഴയ്ക്കുക, നമ്മളെല്ലാത്തിലും ഉപ്പിട്ടിട്ടല്ലേ കുഴയ്ക്കുക, അതൊരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാട്ടോ ഒഴിക്കണേ. തിളച്ച വെള്ളം ഒഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അധികം അങ്ങോട്ട് തിളപ്പിക്കണില്ല നമ്മൾ ഈ പൊടീനെ, അത് കാരണം കേട്ടാ. അപ്പോൾ കൈ പൊള്ളാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ടീസ്പൂണാ എന്താണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ടിട്ടാക്കാം. ചൂടൊന്നും മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൈയിട്ടിട്ട് ഇളക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് അതിനൊന്ന് പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ, അല്ലെങ്കിൽ ദോശയല്ലല്ലോ ചപ്പാത്തി, ആ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ. അധികം ലൂസാവാനും പാടില്ല, എന്നാൽ അധികം ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ. പിന്നെ അതിന് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അത് ഭയങ്കര ടാസ്ക് എനിക്ക്. എന്നാലും നോക്കിയാൽ ഞാൻ അത്യാവശ്യം ഉരുളകളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെരുകി വെച്ച നാളികേരത്തിന് നമ്മളിനി മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടേ അതിനൊന്ന് നാളികേരപ്പാലാക്കണം. ഇതിൽ 2-ാം പാൽ 1-ാം പാൽ 3-ാം പാൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇതൊറ്റ ഒരു അടിയും വേണമെങ്കിൽ ആവശ്യത്തിന് കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് വെള്ളം വേണോ അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി കുറച്ച് അധികം വേണമെന്ന് വിചാരിക്കുക, അപ്പോൾ അതിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ നാളികേരപ്പാലിൽ ഫുള്ള് നാളികേരപ്പാലിൽ നമ്മൾ എടുക്കണ്ടേ, അതിൽ കുറച്ച് നമ്മൾ മിക്സിയിൽ ജാറേക്ക് എടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉരുളകളൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടേ നമ്മളതിൽ കുറച്ച് അരിപ്പൊടിയും പിന്നെ നട്ട്സ് ബദാം ആട്ട എടുക്കണം ഞാൻ, അതും പിന്നെ നമ്മൾ നേരത്തെ ഏലക്കായ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഏലക്കായനൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചു വരാം. പിള്ളേരുള്ള വീട്ടിലൊക്കെ ഈ ഏലക്കായൊക്കെ അവന്മാർ മാറ്റി വയ്ക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ ഞാനെൻ്റെ ഒരു ട്രിക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെയൊക്കെ ഫോളോ ചെയ്യാം. അങ്ങനെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ച് കറക്കി പരത്തിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ എനിക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അത് കഴിക്കുമ്പോൾ. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാൻ. അപ്പോൾ നോക്കിയാൽ ഞാനിവിടെ ഒരു അടികട്ടിയായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രമാണ്. നിങ്ങളതിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 5 കട്ട ശർക്കര. ഇത്രയൊന്നും ആവശ്യമൊന്നും ഇല്ല, മധുരം കൂടുതലായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് മധുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്താൽ മതിയിട്ട്. ഇവിടെ മധുരം ഇഷ്ടമാണ്, ശർക്കര പഞ്ചസാര ഇടാൻ സമ്മതിക്കില്ല കേട്ടോ അഭിയേട്ടൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ബാലൻസ് കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ നാളികേരം ശർക്കരയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നന്നായിട്ട് ശർക്കരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോൾസ് ഇടാം. ഇത് നോക്കിയേ, ഇപ്പം തന്നെ നമ്മൾ ഇട്ട വഴിക്ക് കുത്തിളക്കാൻ നിൽക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മാത്രം കുത്തിളക്കാൻ മതി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. പിന്നെ അവറ്റങ്ങൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറുകാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ ആ ബാറ്റർ, അത് ഇതിലേക്ക് ഒഴിക്കുന്ന വഴിക്ക് കംപ്ലീറ്റ് കുറുകി വരും കേട്ടോ. എന്ന് വെച്ചാൽ അരിപ്പൊടി നമ്മൾ 1 ടീസ്പൂണോളം എടുത്തിട്ടില്ലേ, നിങ്ങൾക്ക് ഇതിൻ്റെ ചാറ് നന്നായി വേണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ ഒന്ന് കുറുകിയിട്ടാക്കിയാൽ മതിട്ടാ. അപ്പോൾ നോക്കിയാൽ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട് മണത്തിന്. ഏലക്കായും നട്ട്സും ഇതൊക്കെ വന്നപ്പോഴേ നല്ല സൂപ്പർ മണം. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലത്തെ റെസിപ്പിയും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് ആദ്യമായിട്ടാവും. ഇത് എന്തായാലും മറക്കാണ്ട് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറഞ്ഞോളൂ കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചിലവാണെന്ന് അറിയില്ല. നമ്മുടെ പിള്ളേർ സംഘത്തിന് ഭയങ്കര ഇഷ്ടമാട്ടാ, അഭിയേട്ടനും ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതൊരു 4 മണി പലഹാരമോ കാലത്തേക്കോ വൈകിട്ടത്തേക്കോ ഉച്ചയ്ക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് സമയവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു സമയം. ബൈ.